നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇന്ത്യയിലെ വർത്തമാന പത്രങ്ങളും അവയുടെ സ്ഥാപകരും ആണ്. ഇന്ത്യയിലെ പ്രധാന വർത്തമാന പത്രങ്ങളും അവ സ്ഥാപിച്ചത് ആരാണെന്നുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. PSC മിക്ക പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യയിലെ വർത്തമാന പത്രങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ച് ഇനി വരുന്ന പരീക്ഷകളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായി ശ്രമിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ് എന്നാണ്. ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. നമ്മൾ ബംഗാളി ബാനർജി എന്ന രീതിയിൽ ആലോചിച്ചാൽ മതി. ബംഗാളി ബാനർജി. നമ്മൾ ബംഗാളികളെ ജി എന്നൊക്കെ വിളിക്കും, ജി ചേർത്ത് വിളിക്കും എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. ബംഗാൾ ഗസറ്റ് എന്ന പത്രം സ്ഥാപിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ബംഗാൾ ഗസറ്റ് എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. നോക്കൂ, ഗസറ്റ്, അഗസ്റ്റസ്, ആ വാക്കുകളിലെ അക്ഷരങ്ങൾ തമ്മിലൊരു സാമ്യമുണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഗസറ്റ്, അഗസ്റ്റസ്. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് സ്ഥാപിച്ചത്. മഹാത്മാഗാന്ധിയുടെ പത്രങ്ങൾ ഏതൊക്കെയാണ്? യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ എന്നീ പത്രങ്ങളാണ് മഹാത്മാഗാന്ധിയുടെ പത്രങ്ങൾ. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് സ്ഥാപിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് സ്ഥാപിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ദി ഹിന്ദു എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? അത് സുബ്രഹ്മണ്യ അയ്യറാണ്. ജി സുബ്രഹ്മണ്യ അയ്യറാണ് ദി ഹിന്ദു എന്ന പത്രം സ്ഥാപിച്ചത്. അമൃത് ബസാർ പത്രിക എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ശിശിർ കുമാർ ഘോഷാണ്. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. ശിശിർ കുമാർ ഘോഷാണ് അമൃത് ബസാർ പത്രിക സ്ഥാപിച്ചത്. ബംഗാളി എന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ചു. ബംഗാൾ ഗസറ്റ് എന്ന പത്രം ജെയിംസ് അഗസ്റ്റസ് ഹിക്കി സ്ഥാപിച്ചു. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ എന്നിവ മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. ദി ഹിന്ദു ജി സുബ്രഹ്മണ്യ അയ്യരുടെ പത്രമാണ്. അമൃത് ബസാർ പത്രിക സ്ഥാപിച്ചതാരാണ്? ശിശിർ കുമാർ ഘോഷാണ്. ഇനി നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത്. നോക്കൂ, ഹെറാൾഡ്, നെഹ്റു, അവിടെയും അക്ഷരങ്ങൾ തമ്മിലൊരു സാമ്യമുണ്ടല്ലോ, അത് വെച്ച് ആലോചിച്ച് വയ്ക്കാം. അടുത്ത പത്രം ഇൻഡിപെൻഡൻസ് എന്ന പത്രമാണ്. ഇൻഡിപെൻഡൻസ് എന്ന പത്രം സ്ഥാപിച്ചത് മോത്തിലാൽ നെഹ്റു ആണ്. നോക്കൂ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു അച്ഛനും മകനും ആണല്ലേ മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും. അപ്പോൾ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ അച്ഛൻ ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം നെഹ്റുവിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും, ഇൻഡിപെൻഡൻസ് എന്ന പത്രം മോത്തിലാൽ നെഹ്റുവിൻ്റെയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഷ്യോം പ്രകാശ് എന്ന പത്രം ആരുടേതാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റേതാണ്. ഷ്യോം പ്രകാശ്. നമ്മൾ പ്രകാശം തെളിയിക്കുന്നത് ആരുടെ മുന്നിലാണ്? ഈശ്വരൻ്റെ മുന്നിലാണ് അല്ലേ? വിളക്ക് തെളിയിക്കുന്നത്, പ്രകാശം തെളിയിക്കുന്നത് ഈശ്വരൻ്റെ മുന്നിലാണ്. അല്ലെങ്കിൽ ആലോചിച്ചാൽ മതി, ചന്ദ്രൻ നമുക്ക് പ്രകാശം തരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ലോജിക്കല്ല, എന്നാൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ എന്താണ്? ചന്ദ്രൻ നമുക്ക് പ്രകാശം തരുന്നു എന്നൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഷ്യോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി, ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാഗാന്ധി, ദി ഹിന്ദു ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, നാഷണൽ ഹെറാൾഡ് നെഹ്റു, ഇൻഡിപെൻഡൻസ് മോത്തിലാൽ നെഹ്റു, ഷ്യോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് ദാദാഭായി നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ദാദാഭായി നവറോജിയാണ്. ദാദാഭായി നവറോജി അറിയപ്പെടുന്ന എന്തെന്നാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നാണ് അല്ലേ? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായി നവറോജി. വയോധികൻ എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നല്ല പ്രായമുള്ളൊരു മുത്തശ്ശൻ അല്ലേ? നമ്മുടെ വീട്ടിലൊരു മുത്തശ്ശനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോയിസ് ആയിരിക്കും എപ്പോഴും ഇങ്ങനെ വീട്ടിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കില്ലേ? മുത്തശ്ശന്മാർ ഇപ്പോഴും ഇങ്ങനെ എന്താണ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പം വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരുടേതാണ്? ദാദാഭായി നവറോജിയുടേതാണ്. കോമൺവെൽത്ത്, ന്യൂ ഇന്ത്യ, വേക്കപ്പ് ഇന്ത്യ എന്നീ പത്രങ്ങൾ ആരുടേതാണ്? ആനി ബസന്റിൻ്റേതാണ്. കോമൺവെൽത്ത്, ന്യൂ ഇന്ത്യ, വേക്കപ്പ് ഇന്ത്യ എന്നീ പത്രങ്ങൾ ആരുടേതാണ്? ആനി ബസന്റിൻ്റേതാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ് അൽ ഹിലാൽ എന്ന പത്രം. അൽ ഹിലാൽ എന്ന പത്രം ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേതാണ്. അപ്പോൾ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ദാദാഭായി നവറോജി, കോമൺവെൽത്ത്, ന്യൂ ഇന്ത്യ, വേക്കപ്പ് ഇന്ത്യ എന്നീ പത്രങ്ങൾ ആനി ബസന്റ്, അൽ ഹിലാൽ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ മൗലാന അബ്ദുൽ കലാം ആസാദ്.
ഇനി വന്ദേ മാതരം പത്രം 2 ഭാഷയിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇംഗ്ലീഷ് ഭാഷയിലും ഉറുദു ഭാഷയിലും. ഇംഗ്ലീഷ് ഭാഷയിൽ വന്ദേ മാതരം പത്രം പുറത്തിറക്കിയത് ബിപിൻ ചന്ദ്രപാലാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ വന്ദേ മാതരം പുറത്തിറക്കിയത് ആരാണ്? ബിപിൻ ചന്ദ്രപാലാണ്. എന്നാൽ ഉറുദു ഭാഷയിൽ വന്ദേ മാതരം പുറത്തിറക്കിയത് ലാലാ ലജ്പത് റായിയാണ്. ഉറുദു ഭാഷയിൽ വന്ദേ മാതരം പുറത്തിറക്കിയത് ലാലാ ലജ്പത് റായി. ഇംഗ്ലീഷ് ഭാഷയിൽ വന്ദേ മാതരം പുറത്തിറക്കിയത് ബിപിൻ ചന്ദ്രപാൽ. നേഷൻ എന്ന പത്രം ആരുടേതാണ്? നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ് നേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഫാദർ ഓഫ് നേഷൻ ആരാണ്? മഹാത്മാഗാന്ധിയാണ് അല്ലേ? മഹാത്മാഗാന്ധിയാണ് ഫാദർ ഓഫ് നേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പം നേഷൻ എന്ന പത്രം ആരുടേതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ബാലഗംഗാധര തിലകൻ്റെയാണ്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരുടേതാണ്? ബാലഗംഗാധര തിലകിൻ്റെയാണ്. സ്ഥിരമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒത്തിരി തവണ പേസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കേസരി, മറാത്ത പത്രങ്ങൾ ആരുടേതാണെന്ന്. ആരുടെയാണ്? ബാലഗംഗാധര തിലകിൻ്റെയാണ്. സമ്പാദ് കൗമുദി എന്ന പത്രം ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടെ പത്രമാണ് സമ്പാദ് കൗമുദി എന്ന് പറയുന്നത്. നമുക്കൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി. കോമൺവെൽത്ത് ന്യൂ ഇന്ത്യ വേക്കപ്പ് ഇന്ത്യ ആനി ബസന്റ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ഇംഗ്ലീഷ് ഭാഷയിൽ പുറത്തിറക്കിയത് ബിപിൻ ചന്ദ്രപാൽ. വന്ദേ മാതരം ഉറുദു ഭാഷയിൽ പുറത്തിറക്കിയത് ലാലാ ലജ്പത് റായി. നേഷൻ എന്ന പത്രം സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലക്. സമ്പാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചതാരാണ്? രാജാറാം മോഹൻ റോയിയാണ്. ദി ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ദി ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യയാണ്. ദി ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? മദൻ മോഹൻ മാളവ്യ. ബോംബെ സമാചാർ എന്ന പത്രസ്ഥാപകൻ ആരാണ്? ഫർദൂർജി മർസ്ബാനാണ്. ബോംബെ സമാചാർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഫർദൂർജി മർസ്ബാനാണ്. പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ, പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. മൂക് നായക് ബഹിഷ്കൃത ഭാരത്, മൂക് നായക് എന്ന പത്രവും ബഹിഷ്കൃത ഭാരത് എന്ന പത്രവും സ്ഥാപിച്ചതാരാണ്? BR അംബേദ്കറാണ്. BR അംബേദ്കർ. മൂക് നായക്, ബഹിഷ്കൃത ഭാരത് എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് BR അംബേദ്കറാണ്. കർമ്മയോഗി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ, കർമ്മയോഗി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ അരബിന്ദോ ഘോഷാണ്. അരബിന്ദോ ഘോഷ്. ഇപ്പോൾ സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയി. ദി ലീഡർ മദൻ മോഹൻ മാളവ്യ. ബോംബെ സമാചാർ ഫർദൂർജി മസ്ബാൻ. പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ. മൂക് നായക്, ബഹിഷ്കൃത ഭാരത് എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് BR അംബേദ്കർ. കർമ്മയോഗി എന്ന പത്രം സ്ഥാപിച്ചത് അരബിന്ദ ഘോഷ്. നെക്സ്റ്റ് പറയുന്നത് ബംഗാദർശൻ എന്ന പത്രമാണ്. ബംഗാദർശൻ എന്ന പത്രം സ്ഥാപിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമുക്ക് പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ? ബംഗാദർശൻ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാദർശൻ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബോംബെ ക്രോണിക്കിൾ എന്ന പത്രം സ്ഥാപിച്ചത് ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ ക്രോണിക്കിൾ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ഫിറോസ് ഷാ മേത്തയാണ്. യുഗാന്തർ എന്ന പത്രം സ്ഥാപിച്ചത് ബരീന്ദ്ര കുമാർ ഘോഷ്, ഭൂപേന്ദ്രനാഥ് ദത്ത് എന്നിവർ ചേർന്നാണ്. യുഗാന്തർ എന്ന പത്രം സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ്? ബരീന്ദർ കുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ ദത്തും ചേർന്നാണ്. ഒന്നും കൂടി നമുക്ക് നോക്കാം. സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയി. ദി ലീഡർ മദൻ മോഹൻ മാളവ്യ. ബോംബെ സമാചാർ ഫർദൂർജി മസ്ബാൻ. പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ. മൂക് നായക്, ബഹിഷ്കൃത ഭാരത് BR അംബേദ്കർ. കർമ്മയോഗി എന്ന പത്രം സ്ഥാപിച്ചത് അരബിന്ദ ഘോഷ്. ബംഗാദർശൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്ത. യുഗാന്തർ ബരീന്ദർ കുമാർ ഘോഷ്, ഭൂപേന്ദ്രനാഥ് ദത്ത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെക്കുറിച്ചാണ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വർത്തമാന പത്രങ്ങളും അവയുടെ സ്ഥാപകരുമാണ് അല്ലേ? പ്രധാന പത്രങ്ങളും അവയുടെ സ്ഥാപകരും. അപ്പം നമ്മുടെ പരീക്ഷകളിലെല്ലാം ഒത്തിരി തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. SCERT ടെക്സ്റ്റിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിച്ചിട്ട് പോവുക. ഇനി വരുന്ന പരീക്ഷകളിൽ ഈ മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. നന്ദി.